കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയുള്ള കേരളത്തിന്റെ പ്രതിഷേധത്തിന് തുടക്കമാവുകയാണ്. കേരള ഹൗസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രി അവിടേക്ക് എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും മാർച്ച് ചെയ്ത് ജന്തർ മന്ദറിലേക്ക് പോകും. 11 മണിയോടെ പ്രതിഷേധത്തിന് തുടക്കമാകും. ജന്തർ മന്ദറിൽ ഇപ്പോൾ KR ഗോപികൃഷ്ണനുണ്ട് പുതിയ വിവരങ്ങളുമായി. ഗോപി, എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മുഖ്യമന്ത്രി എവിടെ എത്തിയോ? മുഖ്യമന്ത്രി കേരള ഹൗസിന്റെ മുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു. പ്ലക്കാർഡുകൾ ഏന്തി മുദ്രാവാക്യം വിളികളോടുകൂടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേരള സർക്കാരിന്റെ പ്രതിഷേധ പരിപാടികൾ തുടങ്ങുകയാണ്. മുദ്രാവാക്യം വിളികൾ ഇപ്പോൾ വീണ്ടും കേൾക്കാൻ കഴിയുന്നുണ്ടാകും. കേരളത്തിനെതിരായിട്ടുള്ള അവഗണന അവസാനിപ്പിക്കുക, കേന്ദ്ര സർക്കാർ കേരളത്തിന് ധനകാര്യ ഫെഡറലിസത്തെ, സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുന്ന സമീപനം അവസാനിപ്പിക്കുക, കേരളത്തിന് അർഹമായ വിഹിതങ്ങൾ നൽകുക, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ അവകാശവാദങ്ങൾ അവസാനിപ്പിക്കുക എന്ന് തുടങ്ങി നിരവധി മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ഏന്തിയിട്ടാണ് പ്രതിഷേധം നടക്കുന്നത്. മുഖ്യമന്ത്രി ഇതാ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം കേരള ഹൗസിന്റെ പടിക്ക് പുറത്തേക്ക് നീങ്ങുകയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 5 മിനിറ്റ് മാത്രം നടന്നാൽ ജന്തർ മന്ദറിലെ പ്രതിഷേധ സമര വേദിയിലേക്ക് എത്തും. പ്രതിഷേധ റാലിയുമായി മുദ്രാവാക്യം വിളികളോടുകൂടി മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, ഇടതുമുന്നണിയുടെ ജനപ്രതിനിധികൾ, CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ എന്നിവരടങ്ങുന്ന കേരളത്തിന്റെ പ്രതിഷേധ സംഘം മുദ്രാവാക്യം വിളികളുമായി ഇതാ സമരാഹ്വാനവുമായി നേരെ ജന്തർ മന്ദറിലേക്ക് നടന്നു നീങ്ങുന്നു. ആ സമരജാഥയ്ക്കൊപ്പമാണ് നമ്മളുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി ഇടതുമുന്നണിയുടെ കേന്ദ്രവിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് അദ്ദേഹം ഈ വലിയ പ്രതിഷേധ റാലിക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ജന്തർ മന്ദറിലേക്ക് പ്ലക്കാർഡുകൾ ഏന്തി മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധക്കാർ ഒന്നടങ്കം നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ജന്തർ മന്ദറിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സമരവേദിയിലേക്കാണ് ഈ പ്രതിഷേധ റാലി. കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക, അതോടൊപ്പം തന്നെ ഫെഡറലിസത്തെ സംരക്ഷിക്കുക, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾക്കുള്ള വിഹിതം നൽകുക, സംസ്ഥാനത്തിന് അർഹമായ പരിഗണന നൽകുക എന്ന് തുടങ്ങി NDA ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരിടുന്ന അവഗണനയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയാണ് കേരളം ഉദ്ദേശിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി. പ്രതിഷേധ റാലി മുന്നോട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ വേണു. ഇപ്പോൾ മുഖ്യമന്ത്രിയും ആ പ്രതിഷേധ സംഘവും ഇപ്പോൾ കേരള ഹൗസിന്റെ കവാടം വിട്ട് ജന്തർ മന്ദറിലേക്കുള്ള നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ ശക്തമായ സുരക്ഷാ ങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസും CRPF അടങ്ങുന്ന വൻ സംഘം അവിടെ സുരക്ഷ ഒരുക്കുന്നു. ജന്തർ മന്ദറിലെ പ്രതിഷേധ സമര പന്തലിലേക്ക് ഇപ്പോഴും പ്രതിഷേധ റാലി നടന്നു നീങ്ങുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ കൂട്ടമകത്ത് കടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജന്തർ മന്ദറിലേക്കുള്ള ഈ പ്രവേശന കവാടം അവിടെ അടച്ചിടും. പിന്നീട് അങ്ങോട്ട് വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. നിരവധി ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് രാജ്യത്തിന് വഴികാട്ടുന്ന ഒരു വലിയ പ്രതിഷേധത്തിന് കേരളം തുടക്കം കുറിക്കുന്നു എന്നതാണ് ഇടതുമുന്നണി ഈ പ്രതിഷേധ ജാഥയിലൂടെ, പ്രതിഷേധ റാലിയിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ തമിഴ്നാട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തമിഴ്നാട് DMK പ്രതിനിധീകരിച്ചിട്ട് DMKയുടെ പ്രതിനിധി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ ഉണ്ടാകും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവർ ഈ പ്രതിഷേധ വേദിയിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിക്കും എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതിനു പുറമെ NCP നേതാവ് ശരത് പവാർ, JMM പ്രതിനിധി, അതോടൊപ്പം സമാജ്വാദി പാർട്ടിയിൽ നിന്ന് കപിൽ സിബൽ, ആം ആദ്മി പാർട്ടി പ്രതിനിധികൾ എന്ന് തുടങ്ങി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ശക്തി പ്രകടനമായി ഈ പ്രതിഷേധത്തെ മാറ്റാൻ കഴിയും എന്ന കണക്കുകൂട്ടലാണ് ഇടതുമുന്നണിക്കുള്ളത്. ഇതിനൊരു രാഷ്ട്രീയ നിറം നൽകേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കൂട്ടായ്മയുടെ ഒരു ശക്തി പ്രകടനമായി ഈ പ്രതിഷേധം മാറാൻ പോകുന്നു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. ആ ഒരു കണക്കുകൂട്ടൽ ഇടതുമുന്നണിക്കുണ്ട്. ഇത് ഒരു അവകാശ പോരാട്ടമായി കാണണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കേന്ദ്രത്തിന്റെ നയങ്ങൾ കാരണം തഴയപ്പെടുന്ന സംസ്ഥാനങ്ങൾ അതിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നടത്തുന്ന ഇതുവരെ ഇല്ലാത്ത, കീഴ്വഴക്കങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രതിഷേധമായി ഇതിനെ കാണണം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സവിശേഷ പ്രതിഷേധമായി കാണണം എന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമുക്കിപ്പോഴും ഈ പ്രതിഷേധത്തിന് നടുവിൽ നിന്ന് നിൽക്കുമ്പോൾ മുദ്രാവാക്യം വിളികളോടുകൂടി ഈ പ്രതിഷേധം മുന്നോട്ട് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും വേണു. ഇപ്പോൾ പ്ലക്കാർഡുകൾ ഏന്തി കേരള സർക്കാരിന്റെ പ്രതിഷേധം ഇരമ്പുകയാണ് ജന്തർ മന്ദർ.
ജന്തർ മന്ദിറിലേക്കുള്ള നിരത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഇടതുമുന്നണിയിലെ ജനപ്രതിനിധികൾ എല്ലാവരും ഈ പ്രതിഷേധത്തിൽ അണിനിരന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഔദ്യോഗികമായ ക്ഷണമുണ്ടായിട്ടും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നതിനെയും അതിരൂക്ഷമായ ഭാഷയിലാണ് CPM വിമർശിച്ചിരിക്കുന്നത്. BJPക്ക് കേരളത്തിൽ സഹായകരമായ തങ്ങൾക്ക് നിരത്തിലിറങ്ങി പ്രതിഷേധിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയതെന്നുമാണ് കഴിഞ്ഞ ദിവസം മന്ത്രിമാർ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന, അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു നിലപാട് കർണാടക സർക്കാർ സ്വീകരിച്ചു എന്ന ഒരു വിലയിരുത്തലും ഉണ്ടായി. ഇന്നലെ DK ശിവകുമാർ പറഞ്ഞത് ഇത്തരം കേന്ദ്രവിരുദ്ധ പ്രതിഷേധങ്ങൾക്ക്, അതിനെതിരെ ഉയരുന്ന ശബ്ദങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയുമുണ്ട് എന്നാണ്. സ്വാഭാവികമായും ഇത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു പ്രതികരണം എന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കാലാവധി ഏതാണ്ട് 2-3 മാസത്തിനുള്ളിൽ അവസാനിക്കുമെന്നിരിക്കെ ഇപ്പോൾ ഈ നടത്തുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണെന്നുള്ളതാണ്. അപ്പോഴും പക്ഷേ കർണാടകത്തിലെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്നത് സ്വാഭാവികമായും ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മല്ലികാർജുൻ ഖാർഗെയെ കാണാനുള്ള ക്ഷണം പോലും അദ്ദേഹത്തിന് അതുപോലും അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് പൂർണ്ണമായും ഈ പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദം മൂലമാണ് എന്നാണ് മന്ത്രിമാർ നേരത്തെ വിലയിരുത്തിയത്. ഏതായാലും കേരളത്തിന്റെ ഈ പ്രതിഷേധം, ഈ ശക്തി പ്രകടനം ഇതുവരെ കാണാത്ത തരത്തിൽ ഡൽഹിയിൽ പ്രകടമാകുന്ന ഒരു പ്രതിഷേധമായി മാറുകയാണ്. വേണു, ജന്തർ മന്ദിറിലെ ഈ സമരപ്പന്തലിലേക്ക് കേരള സർക്കാരും കേരളത്തിലെ ഇടത് ജനപ്രതിനിധികളും നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. വേണു, ഗോപി, മറ്റ് ദേശീയ നേതാക്കൾ ജന്തർ മന്ദിറിൽ ഈ സമരത്തിന്റെ ഭാഗമാവുകയാണോ ചെയ്യുക? വേണു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സമരപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത് ഒന്നാമത്തെ തട്ടിൽ മുഖ്യമന്ത്രിക്കും ദേശീയ നേതാക്കൾക്കും ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ്. സ്വാഭാവികമായും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, NCP നേതാവ് ശരത് പവാർ, DMK പ്രതിനിധി പളനി ത്യാഗരാജൻ, അതോടൊപ്പം തന്നെ നാഷണൽ കോൺഫറൻസിന്റെ ഫറൂഖ് അബ്ദുള്ള എന്ന് തുടങ്ങിയ ദേശീയ നേതാക്കൾക്ക് അവർക്ക് ഇരിക്കാൻ പാകത്തിലാണ് ഒന്നാമത്തെ തട്ട് സജ്ജമാക്കിയിരിക്കുന്നത്. അവർക്കൊപ്പമായിരിക്കും മുഖ്യമന്ത്രി ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും ഈ മറ്റു നേതാക്കൾ, ഇപ്പോൾ നേരത്തെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി വരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ, സുരക്ഷാ സ്ഥിതികൾ നേരത്തെ ഉദ്യോഗസ്ഥർ വന്ന് വിലയിരുത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും അവർ ജന്തർ മന്ദിറിൽ ഈ പ്രതിഷേധത്തിലേക്ക് കണ്ണി ചേർക്കപ്പെടുകയാണ് ചെയ്യുക. അവർ അവിടെ എത്തി ആ വേദിയിൽ അവരുടെ സാന്നിധ്യം അറിയിക്കുകയാണ് ചെയ്യുക. ഒരുപക്ഷെ എല്ലാവരും ഇതിന്റെ തുടക്കത്തിലെ സമ്മേളനത്തിൽ എത്തണമെന്ന് നിർബന്ധമില്ല. 1 മണിവരെയാണ് ഈ പരിപാടിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം. അതിനുള്ളിലായിരിക്കും നേതാക്കൾ വന്നു പോവുക. ഏതായാലും അവരുടെ ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നതും ഈ നിലയ്ക്കാണ്. ഒന്നാമത്തെ തട്ടിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയും ദേശീയ നേതാക്കളുമുണ്ട്. അവർ ആ ജന്തർ മന്ദിറിൽ എത്തിച്ചേരുക എന്നതാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. വേണു, ഗോപി, ജന്തർ മന്ദിറിലേക്ക് ഉടനെ എത്തുകയല്ലേ ചെയ്യുന്നത് ഈ പ്രതിഷേധ മാർച്ച്? വേണു, ഏതാനും നിമിഷങ്ങൾ മാത്രം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അകലത്തിലാണ് ഈ പ്രതിഷേധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കിയിരിക്കുന്ന സമരപ്പന്തലുള്ളത്. മുദ്രാവാക്യം വിളികളോടുകൂടി മാധ്യമ സംഘം അവർക്ക് മുന്നിൽ നിൽക്കുകയാണ്. മുദ്രാവാക്യം വിളികളോടുകൂടി ഈ പ്രതിഷേധ റാലി വരുമ്പോൾ അവർക്ക് മുന്നിൽ മാധ്യമ സംഘം ആ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമാണ് ഈ മുന്നിലേക്ക് അവരുടെ നടത്തത്തിന് വേഗത അല്പം കുറച്ചാണ് വരുന്നത്. എന്നാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സമരപ്പന്തലിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രതിഷേധ റാലി കടന്നു കഴിഞ്ഞ് ഉടൻ തന്നെ അവിടെ ഈ ജന്തർ മന്ദിറിൽ ഈ പ്രധാന കവാടം, ഇവിടേക്കുള്ള റോഡ് പൂർണ്ണമായും അടയ്ക്കും. ഡൽഹി പോലീസും CRPFന്റെയും നേതൃത്വത്തിലാണ് ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. പലയിടങ്ങളിലും ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിട്ടുണ്ട്. അവിടെ ഈ സമരപ്പന്തലിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ഭാഗവും ബാരിക്കേഡുകൾ വെച്ച് അടയ്ക്കും. അപ്പോൾ ഈ സമരപ്പന്തലിനും കേരള ഹൗസിനും ഇടയ്ക്കുള്ള റോഡിന്റെ 2 ഭാഗങ്ങളിലും ബാരിക്കേഡുകൾ വെച്ച് ഇത് ബാക്കി ഭാഗങ്ങൾ അടച്ചിടുകയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങൾക്ക് ഇവിടേക്ക് കടക്കാൻ കഴിയില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റു മന്ത്രിമാരും ഇടത് ജനപ്രതിനിധികളും ഒക്കെ അടങ്ങുന്ന വലിയ സംഘം മുദ്രാവാക്യം വിളികളോടുകൂടി പ്ലക്കാർഡുകളുമേന്തി കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഉറക്കെ വിളിച്ചുകൊണ്ട് ജന്തർ മന്ദിറിലേക്ക് നടന്നു നീങ്ങുകയാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും കാണാം. വേണു, യെച്ചൂരിയും ഇപ്പോൾ പങ്കുചേർന്നിരിക്കുകയാണ്, ആ മാർച്ചിന്റെ ഭാഗമായിരിക്കുന്നു. ബൽറാമും തുടരുന്നുണ്ട്. ബൽറാം, ഇപ്പോ ഈ ഒരർത്ഥത്തിൽ കേരളത്തിന് ഇന്ത്യയുടെ തന്നെ പിന്തുണ കിട്ടുന്നെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ശരിവെക്കുന്ന രൂപത്തിലേക്ക് ഇന്നത്തെ പ്രതിഷേധ സമ്മേളനം മാറുകയല്ലേ?
വേണു, ഡൽഹി ഇതുവരെ കണ്ടതിൽ വെച്ച് ജന്തർ മന്ദറിൽ സാധാരണ കാണുന്നതിൽ വെച്ച് തീർത്തും വ്യത്യസ്തമായ ഒരു പ്രതിഷേധ തന്നെയാണ് ഇപ്പോൾ കേരള ഹൗസിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത്. സാധാരണ ഒരു പ്രതിഷേധം ആഹ്വാനം ചെയ്യുമ്പോൾ അത് ഒരു പാർട്ടി, ഒരു നേതാവ്, ഒരു കൂട്ടം നേതാക്കൾ ആഹ്വാനം ചെയ്ത് മറ്റ് പങ്കെടുക്കാനുള്ള സമരഭടന്മാരായി മറ്റ് നേതാക്കൾ എത്തുകയാണ് പതിവ് എങ്കിൽ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു സംസ്ഥാന സർക്കാർ തന്നെയാണ്. മുഖ്യമന്ത്രി തന്നെ ആഹ്വാനം ചെയ്ത് ഈ പരിപാടിയിലേക്ക് മറ്റു പാർട്ടികളെ, മറ്റു പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അടക്കം നേരിട്ട് തന്നെ ക്ഷണിച്ച് അതാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒപ്പം പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നതാകട്ടെ കേരള നിയമസഭയിലെ അംഗങ്ങൾ, ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ്. സമരത്തിനെത്തിയ മുഴുവനും ജനപ്രതിനിധികൾ എന്ന ഒരു പ്രത്യേകത ഈ ഒരു പ്രതിഷേധത്തിന് ഉണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ DMK നേതാവ്, DMKയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രി അടക്കമുള്ളവർ ഈ സമരത്തിന് എത്തിച്ചേർന്നിരിക്കുന്നു. ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണ ഈ മാർച്ചിന് ഉണ്ട്. മറ്റ് സംഘടനകൾ, വർഗ ബഹുജന സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നു. CPMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഈ പ്രതിഷേധ മാർച്ചിൽ അദ്ദേഹവും അണിചേർന്നിരിക്കുകയാണ്. ഒപ്പം പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അടക്കമുള്ളവർ ഈ പ്രതിഷേധ മാർച്ചിൽ നിലവിൽ പങ്കെടുക്കുന്നുണ്ട്. മാർച്ച് ഏതാനും മീറ്ററുകൾക്കപ്പുറം ഈ വേദിയിലേക്ക് എത്തും. വലിയ ഒരു ആസൂത്രണത്തിന് ഒടുവിലാണ് ഈ പ്രതിഷേധം ഡൽഹിയിൽ നടക്കുന്നത്. ഒട്ടേറെ ദേശീയ നേതാക്കളെ ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാവശ്യമായ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നു. അതിനായി ഡൽഹിയിലെ ഇടതുപക്ഷ ബഹുജന സംഘടനകളുടെ പ്രതിനിധികളടക്കമുള്ള ഒരു സംഘാടന സമിതി, വിശാലമായ ഒരു സംഘാടന സമിതി തന്നെയാണ് രൂപീകരിച്ചത്. അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 120 പേർക്ക് ഇരിക്കാവുന്ന 3 നിരകളായുള്ള ഒരു വേദിയാണ് ജന്തർ മന്ദറിൽ ഈ പ്രതിഷേധത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ക്ഷണം സ്വീകരിച്ച് എത്തിയ മറ്റ് ദേശീയ നേതാക്കൾ, പ്രതിനിധികൾ എന്നിവർക്കാണ് ആദ്യ നിര. കൂടാതെ മന്ത്രിമാർ, MLA മാർ എന്നിവർക്കാണ് മറ്റ് നിരകൾ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഡൽഹിയിലെ വിവിധ ഇടത് സംഘടനകൾ, ഒപ്പം തന്നെ ഈ സമരത്തിന് പിന്തുണയുമായി എത്തിയ മറ്റ് സംഘടനകൾ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ഇവർ എന്തായാലും അല്പസമയത്തിനകം തന്നെ ജന്തർ മന്ദറിലെ ഈ സമരവേദിയിലേക്ക് എത്തുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ഈ സമരത്തെ ഒരു വലിയ വിജയമാക്കി മാറ്റാനും തിരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര സർക്കാരിന് ഒരു കൃത്യമായ പ്രതിപക്ഷ ഐക്യ സന്ദേശം നൽകാനും, ഒപ്പം ഈ ഫണ്ട് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ കൈകടത്തുന്ന കേന്ദ്ര സർക്കാരിന് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ തുടർന്നാൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കും എന്ന സന്ദേശം നൽകാനും സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ് ഈ പ്രതിഷേധത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് സംസ്ഥാനം. ഇതിന്റെ ഭാഗമായി തന്നെയാണ് വളരെ വ്യത്യസ്തമായി ഒരു സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ആഹ്വാനം നൽകുകയും അത് സംഘടിപ്പിക്കുകയും ഡൽഹിയിൽ എത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ വലിയ ഒരു നിര നേതാക്കളെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ശരത് പവാർ, കൂടാതെ ഫാറൂഖ് അബ്ദുള്ള, കപിൽ സിബൽ അടക്കമുള്ള നേതാക്കൾ ഈ പ്രതിഷേധ വേദിയിൽ എത്തും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ നേതാക്കളെല്ലാം തന്നെ തങ്ങൾ പങ്കെടുക്കുമെന്ന അറിയിപ്പ് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ഈ സമരവേദിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സംഘം. മുഖ്യമന്ത്രിയെ കൂടാതെ തന്നെ ഇതിൻ്റെ സംഘാടകരായ പ്രൊഫസർ KV തോമസ് അടക്കമുള്ളവരാണ് ഈ പ്രതിഷേധത്തെ ഈ വേദിയിലേക്ക് കൊണ്ടുപോകുന്നത്. വേദിയിലേക്ക് പ്രത്യേക വഴി ഈ സമര ഭടന്മാർക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിനായി എത്തിയവർക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ കർശനമായ ബാരിക്കേഡുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. 2 വശങ്ങളിലായി ബാരിക്കേഡുകൾ നിരത്തി ഒരു വഴിയാണ് ഈ സമരക്കാർക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്നത്. അതിലൂടെ ഇപ്പോൾ നേതാക്കൾ ഈ സമരവേദിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്.